ഭാവപൂർണമായി പാടുന്ന ഗായകൻ എന്ന് സാക്ഷാൽ KS ചിത്രയെ കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ അതിനൊരു റേഞ്ച് വേണം. KS ചിത്ര ഇങ്ങനെ പറഞ്ഞത് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 9 റണ്ണറപ്പായി മാറിയ ബൽറാമിനെ പറ്റിയാണ്. ഫിനാലയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യ അഭിമുഖത്തിലേക്കാണ് കിടക്കുന്നത്. നമസ്കാരം. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ചില ക്രിക്കറ്റ് മത്സരങ്ങളിലേക്ക് ഫൈനൽ ഉണ്ടാവില്ലേ? ഇപ്പം നമുക്ക് വേൾഡ് കപ്പ് കിട്ടിയ ഫൈനലുണ്ട്. അപ്പം അതിൽ 6 അടിച്ചിട്ടാണ് ധോണി ആ മത്സരം വിജയിപ്പിക്കുന്നത്. അപ്പം അതുപോലെയാണ് നിങ്ങളുടെ ഫൈനൽ കണ്ടപ്പോൾ തോന്നിയത്. അതായത് മലയാള സിനിമയിൽ തന്നെ ഏറ്റവും ഖനമുള്ള പാട്ടുകൾ എന്ന് പറയുന്ന 2 പാട്ടുകളാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഹരിമുരളീരവും ദേവസഭാതലും. അത് രണ്ടും ചൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഫൈനൽ അവസാനിപ്പിച്ചത്. അത് ചില്ലറ പരിപാടിയല്ല, അത് ശരിക്കും സമ്മതിക്കണം. താങ്ക് യു. ഇപ്പം നമ്മൾ ഈ ചില ബോളിവുഡ് സിനിമകൾക്കൊക്കെ ഒരു ബയോപിക് ഉണ്ടാവില്ലേ? അതായത് ഒരു സ്ഥലത്തുനിന്ന് തുടങ്ങി അയാൾ വേറൊരു ജോലി ചെയ്യുന്നു, മെക്കാനിക്കായിട്ട് ജോലി ചെയ്യുന്നു, കയ്യിൽ എന്താ പറയുക ഗ്രീസായിട്ട് വന്ന് പാട്ട് പാടുന്നു, അയാൾ റിയാലിറ്റി ഷോയിൽ പോകുന്നു, സിനിമയിൽ കയറുന്നു, അയാളുടെ ജീവിതം മാറുന്നു. ശരിക്കും അതുപോലത്തെ ഒരു ട്രജക്ടറി ഇല്ലേ നിങ്ങൾക്ക്? അങ്ങനെ ഉണ്ടോയെന്ന് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ആലോചിക്കുമ്പോൾ അങ്ങനെ ഉണ്ട്. പക്ഷേ എന്തൊക്കെയോ കാരണം കൊണ്ട് അങ്ങനെ മാറി ഈ സ്റ്റേജ് വരെ എത്തിയതാണ്. നമ്മുടെ ഒറ്റപ്പാലംകാരനാണല്ലോ. പക്ഷെ ഒറ്റപ്പാലംകാരുടെ ഈ സ്ഥിരം സാധനമായിട്ടുള്ള ഉവ്വോ, ഉണ്ടോ, ഇല്ലേ, ഓപ്പോളെ, വരാട്ടോ, അതൊന്നും ഞാനിങ്ങനെ കേട്ടിട്ടില്ല. അതെന്താ? ഒറ്റപ്പാലം എന്ന് പറഞ്ഞാൽ വള്ളുവനാടൻ ഭാഷ മിക്സ് ആയിട്ടുള്ളൊരു ഭാഷാ ശൈലി തന്നെയാണ്. പക്ഷെ ഞാൻ അങ്ങനെ കേൾക്കുകയും പറയുമെന്ന് ഇതുവരെ ചെയ്തിട്ടില്ല എൻ്റെ നാട്ടിൽ നിന്ന്. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ഇപ്പോൾ വെള്ളിനേഴി, ശ്രീകൃഷ്ണപുരം അങ്ങനത്തെ ഭാഗങ്ങളിലേക്ക് കുറച്ച് ഉള്ളിലേക്ക് പോകണം. കലാഗ്രാമം എന്ന് പറയുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടല്ലോ, വെള്ളിനേഴി ഭാഗത്തേക്കൊക്കെ പോയാലാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. വേറെ ഒന്ന് ടിപ്പിക്കൽ പാലക്കാട് സ്ലാങ് ഉണ്ടല്ലോ, എന്താണ്ടാ ഏതാണ്ടാ പോവാണ്, അങ്ങനത്തെ സാധനം കേൾക്കണമെങ്കിൽ നെന്മാറ അങ്ങനത്തെ ഭാഗങ്ങളിലേക്ക് പോകണം. ഉറപ്പായിട്ടുണ്ട്. കാരണം ഞാൻ പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുന്ന് ഒരു ഓൾമോസ്റ്റ് എല്ലാവരും പാലക്കാട് ആ ഭാഗത്തുള്ളവരാണ്. നെന്മാറ, കുഴൽമന്നം ഭാഗത്തുള്ളവരാണ്. വേണ്ട നീയ് സാധനം. അപ്പൊ അങ്ങനത്തെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനത്തെ ഭാഷ ഞാൻ അധികം അങ്ങനെ കേൾക്കാറില്ല. ഒരു അച്ചടി ഭാഷയല്ല, എന്നാ ഇങ്ങനത്തെ സാധനങ്ങളല്ലാത്തൊരു സ്ലാങ് ആണ്. ഫിനാലിൽ ഈ ഹരിമുരളീരവം പാടണം, അതെന്തായിരുന്നു എന്റെ ഐഡിയ? അത് ഞാൻ മാറ്റം കുറെ നോക്കി, പക്ഷെ എന്റെ തലയിൽ തന്നെ അത് വന്നു. എന്ത് ചെയ്യാനാ? എല്ലാവരും മധുമൊഴി രാധ സമയത്ത് ഒരു സസ്റ്റൈൻ ഇല്ലേ, അത് നമുക്ക് റെക്കോർഡിൽ കേൾക്കുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റും. നോർമലി ഒരു സാധനം ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു 100-ൽ 10% മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ദാസേട്ടനൊക്കെ പാടി വെച്ചതിൻ്റെ നമ്മളത് കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ തന്നെ, ഫിലിം സോങ് പാടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇമിറ്റേഷൻ ആണ്. നമ്മൾ ഒറിജിനലിൻ്റെ ഇമിറ്റേഷൻ ചെയ്യുന്നു, അത് മിമിക് ചെയ്യുന്നു എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ ആ കാര്യം. ഇപ്പോൾ എൻ്റെ വോക്കൽ ശ്രദ്ധിച്ചാലറിയാം, ഞാൻ ആ ഹരിമുരളീരവത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്ട്രെയിൻഡ് വോയിസ് ആണ്. അത് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അത് വൃത്തിക്ക് പാടണം എന്നുള്ളത് കൊണ്ട് കുറച്ചധികം പ്രാക്ടീസ് ചെയ്തു പോയി. അതാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ്. മാത്രമല്ല അത് ത്രിസ്ഥായിലുള്ള പാട്ടാണ്, 3 കാലങ്ങളിൽ പാടുന്ന പാട്ടാണ്. ഏറ്റവും താഴെയും പോകുന്നുണ്ട്, മധ്യസ്ഥായിലും പാടുന്നുണ്ട്, ഏറ്റവും മുകളിലും പോകുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്തിരുന്നു. ആ ഒരു സ്ട്രെയിൻ ആ പാട്ടിൽ കാണാനും ഉണ്ട്. ആ പാട്ടിൽ സ്ട്രെയിൻ ഇല്ലാത്തൊരു പോർഷൻ പാടാൻ പറ്റും? ഇപ്പോൾ സ്ട്രെയിൻ ഇല്ലാത്ത പോർഷൻ ആ പല്ലവി മാത്രമേ ഉള്ളൂ. പല്ലവി ഇന്നലെ ആയിരുന്നു ഷൂട്ട്. അപ്പോൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാടിക്കഴിഞ്ഞ് എന്താ ഈ ചെക്ക ഇങ്ങനെ പാടണേ എന്ന് ആരും വിചാരിക്കരുത്. സോറി. ഹരിമുരളീരവം ഹരിതവൃന്ദാവനം പ്രണയസുധാമയമോഹന ഗാനം ഹരിമുരളീരവം. മുരളീരവം ഹരിമുരളീരവം 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 രവം രവം. ഇതാണ് അതിൻ്റെ എൻ്റെ.
പല്ലവിയും ഈ എൻഡ് പോർഷനും മാത്രമാണ് അതിൽ കുറച്ച് ഈസി ആയിട്ട് രവീന്ദ്ര മാഷ് ചെയ്തു വെച്ചിട്ടുള്ളത്. രവീന്ദ്ര മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് ദാസേട്ടൻ്റെ റേഞ്ച് കാണിക്കാൻ, അതായത് പുള്ളിക്ക് ഒരു പാട്ടും വഴങ്ങാത്തതായിട്ടില്ല, ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ്, ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാട്ടായിരുന്നു ഹരിമുരളീലവം. അപ്പം പിന്നെ ബൽറാമിനെ എങ്ങനെ പാടാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ബൽറാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ തമാശ പറയുന്നതിനേക്കാളും ബൽറാമിന് മൊത്തൊരു സന്തോഷം വരും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഈ ഇങ്ങനത്തെ ഈ ഇംപ്രവൈസേഷൻസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ജോയ് കാണാൻ പറ്റുന്നുണ്ട്, ഒരു തിളക്കം കാണാൻ പറ്റും. നമ്മളിവിടുത്തെ ഈ ലൈറ്റ്സ് അല്ലാണ്ട് ഒരു തിളക്കം കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളത് ഉള്ളിൽ നിന്ന് ഒരുപാട് എൻജോയ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ ആരുടെ മുമ്പിലായാലും ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ ഞാൻ പാട്ട് പാടി അങ്ങ് കൊടുക്കും. അങ്ങനെ ഒരു മടി എനിക്ക് തോന്നാറില്ല. പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവനേക്കാൾ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. മറ്റൊരു സ്ഥലത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ഹൈ പിച്ചിനോടുള്ളൊരു ഫിക്സേഷൻ പോലത്തെ ഒരു കാര്യം. അതും ഞാൻ ഇവിടെ ഷോയിൽ വന്നിട്ട് പെട്ടുപോയതാ. സംഭവിച്ചു പോയതൊക്കെ ഒരുപാട് ഹൈ പിച്ചിൽ ഇപ്പോൾ അവിടെ പാടി കേട്ടിട്ടുള്ള എല്ലാ ഹൈ പിച്ച് പാട്ടുകളും ഞാൻ ആദ്യമായിട്ട് പാടുന്ന പാട്ടുകളാണ്. അത്രയും റേഞ്ചിലൊന്നും ഞാൻ ലൈഫിൽ ഇതുവരെ പാടിയിട്ടില്ല. പക്ഷെ പാടാൻ പറ്റുമെന്ന് കാണിച്ചെന്നൊരു ഫ്ലോറാണ് സ്റ്റാർ സിംഗർ. എന്നെ കണ്ടെത്താൻ സഹായിച്ചത് ആ മെൻറ്റേഴ്സുമാണ്. അത്രയും റേഞ്ചിലേക്കും അത്രയും താഴേക്കും എന്നെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് തെളിയിച്ചത് ആ സ്റ്റാർ സിംഗറിൻ്റെ ഫ്ലോറാണ്. ഞാൻ എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് രാവേറെയായി എന്നുള്ള ഇതാണ്. അപ്പം അതിനകത്ത് എന്നിട്ടൊരു കാര്യമുണ്ടല്ലോ മധുബാഗ്, അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ശരിക്കും ട്രെയിനൊക്കെ പോകുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇങ്ങനെ പ്രോഗ്രഷൻ ആണല്ലോ അതിന്. അത് വളരെ ടഫാണ് അത് ചെയ്യാൻ. അത്ര അതായത് 8 ബാറിന് മുകളിൽ പാടുകയും അവിടെ സസ്റ്റെയിൻ കൊടുക്കുകയും എന്നാൽ അവിടെ ഒരു ഇംപ്രവൈസേഷൻ കൊടുക്കുകയും ഈ സംഗതി എന്നൊക്കെ പറയുന്ന സംഗതി ചെയ്യും. ഈ അത് എന്താ പറയാ, ഈ സംഗതി എന്ന് പറയുന്നതും ഓരോ ഗായകനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമല്ലോ. ബലറാം ചെയ്തിട്ടുള്ളത് ബാലകൃഷ്ണൻ ചെയ്തിട്ടുള്ള അതേ സംഗതിയുടെ ഒരു ഇമിറ്റേഷൻ, അല്ലാണ്ട് ബലറാമൻ സ്വയം തോന്നിയിട്ടുള്ള സംഗതിയല്ല. സെറോക്സ് ആണ് ആ പാട്ട്. അങ്ങനത്തെ ഒരു ഏരിയ ചെയ്യുമ്പോഴൊക്കെ അത് നാച്ചുറലി വരും. അത് അതിന് എന്തെങ്കിലും പ്രാക്ടീസ് ഉണ്ടോ? ഇല്ലില്ല, അങ്ങനെ പ്രാക്ടീസ് ഒന്നും ചെയ്യാറില്ല. ഇപ്പോൾ ഈ സെറോക്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു പാട്ട് എങ്ങനെയാണോ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടാക്കി വെച്ച ഒരാൾ പാടി വെച്ചിട്ടുള്ളത്, ഒരു സിംഗർ പാടി വെച്ചിട്ടുള്ളത്, അത് അതുപോലെ തന്നെ ഇംപ്രൊവൈസേഷൻ ഒന്നും ഇല്ലാതെ അതുപോലെ തന്നെ പാടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കഷ്ടം പരിപാടിയാണ്. അതെ, അത് അത്രയും കഷ്ടമായിട്ടുള്ള വേറൊരു പരിപാടിയില്ല. ഇപ്പോൾ ഇംപ്രൊവൈസേഷൻ ആർക്കായാലും നമുക്ക് ചെയ്യാം. നമ്മുടെ മനോധർമ്മമാണത്. നമുക്ക് എന്താണോ തോന്നുന്നത് അത് ആ പാട്ടിന് ചേരുന്ന രീതിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇംപ്രൊവൈസേഷൻ. അപ്പോൾ ആ പാട്ട് ഉണ്ടാക്കി വെച്ച പോലെ പാടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര കഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ പാടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാനും. പാട്ട് എങ്ങനെയാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ പാടാൻ. ഇപ്പോൾ മധുചേട്ടൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, ദാസേട്ടൻ, ഹരിജി, ശരത് സാറ്, അതിലൊക്കെ ഒരു മെയിനായിട്ട് നിൽക്കുന്ന ഒരാളാണ് മധുചേട്ടനും. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മധു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ സിംഗർ. അപ്പോൾ ആളുടെ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇല്ല, പെർഫോം ചെയ്തിട്ടില്ല. പക്ഷെ പുള്ളിയുടെ ഒരു ലൈവ് പ്രോഗ്രാമിൽ ഞാൻ കോറസ് പാടാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കണ്ട് സംസാരിച്ചാണ് ആദ്യമായിട്ട്. അന്ന് എന്നെ വലിയ ഓർമ്മയൊന്നും ഉണ്ടാവില്ലായിരിക്കും. പിന്നെ ഈ ഷോയിൽ വന്നതിന് ശേഷമാണ് ഞാൻ പിന്നീട് ഒരു വട്ടം ഞാൻ വേറൊരു ചാനലിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പുള്ളി കാണാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത് പോയപ്പോൾ എന്നെ പെട്ടെന്ന് കണ്ടിട്ട് ബൽറാം, അപ്പം പോയി എൻ്റെ കിളി. കാരണം എന്നെ ഓർത്ത് വെക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എൻ്റെ പാട്ടുകൾ ഈ സ്റ്റാർ സിംഗർ കൂടെ കേട്ടിട്ടുണ്ട്, എന്നെ ഓർത്ത് വെക്കുന്നുണ്ട് എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ എന്നെ കണ്ടതും ബൽറാം ഞാൻ പാട്ട് കേട്ടിരുന്നു, അമ്മ കേട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇൻസ്റ്റയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ പാട്ടൊക്കെ അയച്ചു കൊടുത്തിരുന്നു. സാർ ഇങ്ങനെ സമയം കിട്ടുന്ന സമയത്തൊക്കെ ഒന്ന് മെസ്സേജ് നോക്കിയിട്ട് ഈ പാട്ടൊന്ന് കേൾക്കണം, എന്നിട്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഞാൻ ഹാപ്പി ആവുമെന്ന് പറഞ്ഞൊരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ പാട്ട് കേട്ടിട്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഓർത്ത് വെച്ചിട്ട് എന്നെ കണ്ട അപ്പോൾ തന്നെ അമ്മ ഞാൻ കേട്ടിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടീവാണ് പുള്ളി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ആളുടെ പാട്ട് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പെർഫെക്ഷനിൽ, ആളുടെ പാട്ടെന്ന് മാത്രമല്ല അത്രയും പെർഫെക്ഷനിൽ പാടണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. രാവേറെയായി ഒരുപക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാരണമായത് അതുകൊണ്ടായിരിക്കും. പെർഫെക്റ്റ് ആയി എന്ന് എനിക്ക് അറിയില്ല, പെർഫെക്റ്റ് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആക്കി പാടാൻ നോക്കിയത് അതുകൊണ്ടായിരിക്കും. പാടാൻ പറ്റും. രാവേറെയായി പൂവേ പൊൻചെമ്പനീർ പൂവേ, ഒരു യാത്രികനീ വഴി പോകെ നനുത്തൊരു കാൽപ്പെരുമാറ്റം കേട്ടുണരു, ഇരുൾ വീണ മനസ്സിലൊരിത്തിരീറൻ പൂവിരൽ തൊട്ടുഴിയൂ.
ഓ ഓ അതാണ് ആ സോങ്. അത് കുറച്ച് കഷ്ടമാണ്. അത്രയും സാധനം സസ്റ്റെയിൻ ചെയ്തിട്ട് അവിടെ സംഗതിയും പാടിയിട്ട് തിരിച്ച് ബെൻഡിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഒറ്റ ശ്വാസത്തിൽ പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഐഡലായിട്ട് വിചാരിക്കുന്ന ആളുകളെ നമ്മൾ അടുത്ത് കാണുക, അവരിൽ നിന്ന് നമുക്ക് ലെസൺസ് കിട്ടുക. ഇപ്പൊ ഓരോ പാട്ടിന് ഗ്രൂമിങ്ങിന്റെ മുമ്പൊക്കെ ചിത്ര ചേച്ചിയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് എപ്പോഴെങ്കിലും ഇത് ശരിക്കും നടക്കണതാണോ അത് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ജേർണിയിൽ? ആദ്യത്തെ ഒരു 2 ഷെഡ്യൂളിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ചിത്രയിച്ചയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ ഇവിടെ ഫ്ലോർ ഷൂട്ടിന് ഗ്രാൻഡ് ഓഡിഷൻ സമയത്ത് ആണ് ചിത്രയിച്ചയെ കാണുന്നത്. ഫ്ലോറിലേക്ക് ഞാൻ പാടാൻ ഇങ്ങനെ കയറി പാടാൻ നിൽക്കുമ്പോഴാണ് ചേച്ചി ഫ്രണ്ടിലിരിക്കുന്നത്. അന്ന് മമത ചേച്ചി ഉണ്ടായിരുന്നു, വിധിച്ചേട്ടൻ, സിത്തു. അത് കഴിഞ്ഞിട്ടാണ് കീരവാണി സാറൊക്കെ വന്നത്. ചിത്രേച്ചിയൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ കാലം നമ്മൾ കേക്ക് മാത്രം ചെയ്തിരുന്ന ഒരാളാണ്. ഫോണിൽ കൂടെ ഇങ്ങനെ കാണുകയൊക്കെ ചെയ്തിരുന്ന ആൾ നേരിട്ട് എൻ്റെ മുമ്പിലിരിക്കുന്നു. പാട്ട് പാടി കഴിഞ്ഞിട്ട് ബൽറാം പാട്ട് നന്നായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറയുന്നു. അതിൽ കുറച്ച് ഭാഗമൊക്കെ വന്നിട്ടുള്ളൂ, സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് കട്ട് ചെയ്തിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ചിത്രേച്ചി അല്ലേ എൻ്റെ പേര് ഇപ്പോൾ പറഞ്ഞത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ആലോചിച്ച ഒരു കാര്യം ഇതായിരുന്നു. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചിത്രചേച്ചിന്നല്ലേ എൻ്റെ പേരിപ്പോൾ വിളിച്ചത്, പാട്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ശരിക്കും ഉണ്ടായത് തന്നെയാണോ എന്ന് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ആലോചിക്കും, റിയലൈസ് ആവാൻ വേണ്ടി. അത് നടന്നു, പക്ഷെ അത് നടന്നത് സത്യം തന്നെയാണോ എന്ന് ആലോചിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അങ്ങനെ ആലോചിച്ചിരുന്നു ആദ്യത്തെ ഒരു 1-2 ഷെഡ്യൂളിന്. പിന്നീട് ചിത്രചേച്ചി നമ്മുടെയാണെന്ന് എനിക്ക് തോന്നി. എനിക്കെന്നല്ലേ, അവിടുത്തെ എല്ലാ കണ്ടസ്റ്റൻസിനും തോന്നി ചിത്രചേച്ചി, അവിടുത്തെ ജഡ്ജസ് വിധിച്ചേട്ടനായാലും സിത്തു ആയാലും നമ്മുടെ സ്വന്തമാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടായി. കാരണം അങ്ങനെ ആയിരുന്നു ആ ഫ്ലോർ. ഒരുപാട് മിസ് ചെയ്യും സത്യം പറഞ്ഞാൽ ആ ഒരു ഫ്ലോറും അവിടുത്തെ എല്ലാവരെയും. കൗണ്ടറുകളും തമാശകളും ഉറപ്പായിട്ടും ഇതൊരു ജോലി പോലെ ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഒരു കോമ്പറ്റീഷൻ എന്നുള്ളത് മറന്നു കഴിഞ്ഞാൽ ഒരു സത്യം പറഞ്ഞൊരു ജോലി. മാസത്തിൽ 2 ഷെഡ്യൂൾ 3 ഷെഡ്യൂളിൽ ഒരു ജോലി പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, പാക്ക് ചെയ്യുന്നു, നേരെ വരുന്നു, അവിടെ ഹോട്ടലിലേക്ക് വരുന്നു, ഗ്രൂമിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഷൂട്ടിന് പോകുന്നു. ഇതൊരു സത്യം പറഞ്ഞ ഒരു ജോലി പോലെ പോയിക്കൊണ്ടിരുന്നതാണ്. അത് മിസ് ചെയ്യും. വിധുച്ചേട്ടൻ എന്ന വലിയേട്ടനെ എങ്ങനെയാ മനസ്സിൽ വെച്ചിട്ടുള്ളത്? വിധുച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഈ പേര് പോലെ തന്നെ ഒരു ചേട്ടൻ്റെ സ്ഥാനമാണ്. അതുപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പം ഞാൻ മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ പുറത്തു കൂടെ ഇറങ്ങി നടക്കുകയാണെങ്കിൽ നമ്മളെ കാണുവാണെങ്കിൽ ബൽറാമു സുഖല്ലടാ എന്ന് പറഞ്ഞ് വന്ന് കെട്ടിപ്പിടിക്കും. അങ്ങനത്തെ ഒരു ഐറ്റമാണത്. അതൊരു വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹം ഈ എടാന്ന് വിളിക്കുന്നതൊക്കെ ആക്ച്വലി നിങ്ങളെ കുറേ കൂടി കംഫർട്ടിലൊക്കെ എത്തിയില്ല. കാരണം നീ എൻ്റെ പോലെയാണ്, അല്ലെ നമ്മളൊന്നാണ് എന്ന് പറയുന്നത്. പുള്ളി എടാന്ന് വിളിച്ചില്ലെങ്കിലേ നമുക്ക് എന്തെങ്കിലും തോന്നും. എടാ എടാ ബൽറാമു എന്ന് പറയാ, ബൽറാമു എന്ന് പറയൂ, അത് തന്നെ നമ്മൾ കൂളാവും. ആ ഫ്ലോറിൽ നിന്നതിൽ ഏറ്റവും ഗംഭീരമായിട്ട് എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് മൊമെന്റ്സിൽ ഇപ്പോൾ ഫണ്ണായിട്ടുള്ള മൊമെന്റ്സും ഉണ്ട്. ഇപ്പം ഈ അന്യനായിട്ടൊക്കെ വന്നിട്ടുള്ള എപ്പിസോഡില്ലേ, അത് ഓർക്കുമ്പോൾ ഇപ്പം എന്താ മനസ്സിലായിരുന്നു? സത്യം പറഞ്ഞാൽ രസമായിരുന്നു. അത് നല്ല രസമായിട്ടാണ് ചെയ്തത്. കാരണം നമ്മൾ കോമ്പറ്റീഷനൊന്നും അല്ലല്ലോ, നമ്മളിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഷെഡ്യൂൾ മൊത്തം സമ്മർ ഫെസ്റ്റിവലിൻ്റെ അതിലായിരുന്നു അത് വന്നത്. അത് മൊത്തം സെലിബ്രേഷൻ വൈബായിരുന്നു. കാരണം നമ്മൾ അത്രയും ഫ്രീ ആയിട്ടൊന്ന് പാടിയ സമയങ്ങൾ വളരെ കുറവാണ്. പാടുന്നതായാലും സ്കിറ്റായാലും, സ്കിറ്റൊക്കെ നമ്മൾ ഇങ്ങനെ ചാടി നിൽക്കുമായിരുന്നു. സ്കിറ്റൊക്കെ ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കിയത്. നമ്മൾ റിഹേഴ്സലാണെങ്കിലും ഒറ്റ സ്ട്രെച്ചിൽ, പാട്ടൊക്കെയാണ് 2-3 പ്രാവശ്യം ഗ്രൂമിങ്ങിൽ പാടി കൊടുക്കുക. സ്കിറ്റൊക്കെ ഒറ്റ പ്രാവശ്യം ടേക്ക് ഓക്കെയാണ്. അത്രയും രസമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അങ്ങനത്തെ മൊമെന്റ്സ് ഒന്നും ഇനി ഒരിക്കലും കിട്ടില്ല, ലൈഫിൽ തന്നെ കിട്ടില്ല. കോളേജൊക്കെ കഴിഞ്ഞ പോലത്തെ ഒരു വൈബ്. അതെ. ഇപ്പോഴും അത് മിസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ആ ഒരു വലയത്തുനിന്ന് പുറത്ത് വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. സിത്താര എന്നുള്ളൊരു സിംഗർ, അവർ നിങ്ങൾക്ക് തരുന്ന ഈ പറഞ്ഞ പോലെ ഒരു ഗൈഡൻസ് ഉണ്ട്. അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് ഈ ജേർണിയിൽ? സിത്തുവെച്ച് ഭയങ്കര ഈ പറഞ്ഞ പോലെ സപ്പോർട്ടീവാണ്, ഒരുപാട് ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും. യുഎസ് നേരെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഫിനാലിലേക്കല്ല വരുന്നത്. അതെ. ഞാൻ ഒരുപാട് മിസ് ചെയ്തിരുന്ന ഒരാളാണ്, ഈ അടുത്ത് മിസ് ചെയ്തിരുന്ന ഒരാളാണ് സിത്തുവെച്ച് ഇല്ലാത്ത ഒരു ഫ്ലോർ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജഡ്ജസ് സുജാതേച്ചിയൊക്കെ വന്നിരുന്നു, സന്തോഷമാണ്. അതുപോലെ തന്നെ ശ്രീനി സാറൊക്കെ വന്നിരുന്നു, ഒരുപാട് സന്തോഷം. പക്ഷേ സിത്തുവെച്ച് നമ്മൾ അത്രയും കാലം കണ്ടുകൊണ്ടിരുന്നിട്ട് ആ ഒരു ചെയറിൽ ആ ആളില്ലാതിരിക്കുമ്പോൾ ഭയങ്കര ഒരു മിസ്സിങ് ആയിരുന്നു. ഭയങ്കര സ്നേഹമാണ് നമുക്ക് ചേച്ചിയോടായാലും ചേച്ചിക്ക് നമ്മളോടായാലും. കണ്ട് സംസാരിക്കുന്നത് നമുക്കൊരു സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ബൂസ്റ്റ് ആവും. കാരണം അത്രയും സ്നേഹം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക പുള്ളിക്കാരി. അങ്ങനെ ഒരു മൊമെന്റ് ഓർമ്മയുണ്ടോ?
ഈ ചന്ദനച്ചോലയിലൊക്കെ കഴിഞ്ഞ ഉടനെ സ്റ്റേജിലേക്ക് കൂടി വന്നെ കെട്ടിപ്പിടിച്ചിട്ട് എടാ അടിപൊളിയായിട്ടുണ്ട്, എൻ്റെ കണ്ണ് നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ എൻ്റെ ചെവിയിലൊക്കെ ഇങ്ങനെ വന്ന് പറയാറുണ്ട്. മറന്നുപോ പൂമകളെയൊക്കെ കഴിഞ്ഞ സമയത്ത് പാട്ട് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ബ്രേക്കിൻ്റെ സമയത്തൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, എടാ രസമായിട്ടാ നീ പാടണേ, ഓ എൻ്റെ കണ്ണെന്നെ തട്ടായിരിക്കണം ഇങ്ങനെ ടച്ച് വിടുന്നൊക്കെ പറഞ്ഞ് മരം തപ്പിത്തറിഞ്ഞ് നടക്കും. അപ്പോൾ ഭയങ്കര രസമാണ് ചേച്ചിയായിട്ട് സംസാരിക്കാൻ. അതുപോലെ തന്നെ ഈ നിങ്ങൾ ഈ ഗോൾഡൻ സ്റ്റാർ ഒക്കെ അടിച്ചു കഴിയുമ്പോഴേ ഈ അവർ ഓടി വരുമല്ലോ, ഈ മറ്റേ ക്രിക്കറ്റിലൊക്കെ വിക്കറ്റ് വീണ് കഴിഞ്ഞാൽ അവർ ടീമായിട്ട് വരുന്നത്, അത് വല്ലാത്തൊരു മൊമെന്റ്. അത് വല്ലാത്തൊരു മൊമെന്റാണ്. കാരണം ചില പാട്ടുകൾ പാടുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നമ്മൾ 100% പാടിയോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും മ്യൂസീഷ്യൻസ് ആണ്. അപ്പോൾ പാടിക്കഴിഞ്ഞ ഉടനെ നമുക്കറിയാം ഇതിപ്പോൾ എത്ര മാർക്കിനുള്ളത് പാടി എന്നുള്ളത് നമുക്ക് തന്നെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. അപ്പോൾ ചില പാട്ടുകൾ 100-നുള്ള പാട്ടുകൾ പാടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ 100 കിട്ടിയിട്ടുള്ള പാട്ടുകൾ പാടിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിപ്പോൾ പൊട്ടും. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കാറുണ്ട്. പ്രതീക്ഷിച്ചതൊക്കെ ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ഓടി വരുമ്പോൾ സത്യം പറഞ്ഞ സന്തോഷമാണ്. കാരണം നമ്മൾ ഓൾറെഡി അവർക്ക് പാടിക്കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഫ്ലോറിലേക്കാൾ ബെറ്റർ വെർഷനായിരിക്കും പാടിക്കൊടുത്തിട്ടുണ്ടാവുക ഗ്രൂമിങഗ് സമയത്ത്. അപ്പോൾ അത് അതുപോലെ തന്നെ ഇവിടെയും പാടി അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷമാണ്. മ്യൂസിക്കിൽ അങ്ങനെയാണ് കണക്റ്റ് ആവുക. ഒരാൾ മറ്റൊരാളും തമ്മിൽ കണക്റ്റ് ആവുന്നത്. ഇപ്പം ഞാനൊരു പാട്ട് പാടി ചേട്ടനത് ഇഷ്ടമാണെങ്കിൽ ചേട്ടന് അത്രയും മ്യൂസിക്കിനോടുള്ള ഇഷ്ടവും താല്പര്യമാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പാടുന്നൊരു കേസ് ഒരു പാട്ട് മറ്റൊരാൾക്ക് ഇഷ്ടമായിട്ട് അത് അഭിനന്ദിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് ആ ഗോൾഡൻ സ്റ്റാറിന്റെ ഫ്രണ്ടിൽ വന്ന് പോപ്പറൊക്കെ പൊട്ടി നിൽക്കുമ്പോൾ കുറച്ചധികം സന്തോഷം. ഞങ്ങൾ കേൾക്കുന്നത് പേട്ടയുടെ മ്യൂസിക് അതന്നെ അവിടെ പോയി. അതില്ലെങ്കിൽ ഇപ്പൊ എന്തോ പോലെ. ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോയിട്ട് നിന്ന് കേൾക്കും. മറന്നു പൂമകളെ പാടിയതിനു ശേഷം അവർ ചോദിച്ചല്ലോ നീ ആരെങ്കിലും ഓർത്താണോ പാടിയത്. അപ്പൊ അങ്ങനെ ഒരു നടക്കാതെ പോയൊരു പ്രണയം അത് ഓപ്പൺ ആയിട്ട് പറയണം, അത് മനസ്സിൽ അങ്ങനെ വന്നു പോയതാ അതോ ശരിക്കും പാടുമ്പോ അങ്ങനത്തെ ഒരാൾ ഓർത്തിരുന്നോ? എന്താണ് സത്യം? പാടുമ്പോ അങ്ങനെ ഒരാൾ ഓർക്കേണ്ട പാട്ടാണെങ്കിൽ അങ്ങനെ ഒരു ഇമോഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും ഒക്കെ ഓർക്കാറുണ്ട്. വെറുതെയെങ്കിലും ഒരാളെ ഞാൻ ഓർക്കാറുണ്ട്. ഇപ്പോൾ മൂവന്തിയായൊക്കെ പാടുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ലാലേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ക്യാരക്ടറിനെ പറ്റിയൊക്കെ ഓർത്തിട്ടാണ്. പക്ഷേ ആ ക്യാരക്ടറിനെ പറ്റിയൊക്കെ ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ പാടിയത്. ഇപ്പോൾ മൂവന്തിയായി പാടുമ്പോൾ പോയ ആളെ പറ്റിയല്ല, വേറൊരാളെ പറ്റി ഓർത്തിട്ടാണ് ഞാൻ പാടിയത്. ആള് മോശം എന്നല്ല, ജീവിക്കണ്ടേ. അപ്പോൾ അതാണ്, ആള് മോശം എന്നല്ല. അപ്പോൾ വേറൊരാളെ പറ്റി ഓർത്തിട്ടാണ് പാടിയത്. അപ്പം അങ്ങനെ ഒരാളെ ഓർത്ത് ഇപ്പോൾ ഡെഡിക്കേറ്റ് ചെയ്ത് പാടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും എന്ന് തോന്നുന്നു. കാരണം എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാറുണ്ട്. അത് എനിക്കൊരു ഈസി വേ ആയിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നത്. ആ പാട്ടും ടഫായിട്ടുള്ള സോങ് ഈ മൂവന്തിയായി സത്യം പറഞ്ഞാൽ ഒരു സാധാരണ ആൾക്ക് കേൾക്കുമ്പോൾ നല്ല സുഖമുള്ളൊരു മെലഡി എന്ന് ഉള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒരു മ്യൂസീഷ്യൻ കേൾക്കുമ്പോൾ വളരെ ടഫായിട്ടുള്ളൊരു പാട്ടാണ്. അതെ, ആ പാട്ട് കമ്പോസ് ചെയ്ത ഒരു ബ്രില്യൻ കോമ്പോസിഷനാണ്. ഞാൻ ആ പാട്ട് പാടിയതിന് ശേഷമാണ് പിന്നെ അത് കുറേ കേൾക്കാനും ആ പാട്ടിനെ പറ്റി അറിയാനും തുടങ്ങിയത്. ഒരുപാട് ഈ ചെറിയ സംഗതികളാണ് അതിൻ്റെ ഹൈലൈറ്റ്. കട്ട് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് കേറിയിട്ട് അതെ അതെങ്ങനെ അച്ചീവ് ചെയ്ത? അത് ജഡ്ജസ് തന്നെ പറഞ്ഞിരുന്നു വളരെ വളരെ ടഫായിട്ടുള്ള സോങ് ആണ് എന്നുള്ളത്. അതെങ്ങനെയാ അച്ചീവ് ചെയ്യുന്നത്? ഇത് ഈ പാട്ട് നിന്നു എന്ന് തോന്നുന്ന സമയത്ത് അത് നിന്നിട്ടുണ്ടാവില്ല. അവിടെ ഫസ്റ്റ് ടൈം വന്നിട്ടാണ് അവിടെ അങ്ങോട്ട് പാട്ട് പാടാറുണ്ടോ? ഇല്ലില്ല, പാട്ടിനെ പറ്റി കുറച്ച് അറിയാം. അത് മനസ്സിലാവുന്നുണ്ട് സംസാരത്തിൽ നിന്ന് എനിക്ക് കിട്ടി. കാരണം അത് അറിഞ്ഞു പറയുന്ന പോലെ എനിക്ക് തോന്നി, അതാ ഞാൻ ചോദിച്ചത്. അതെങ്ങനെയാ ഇത് ശരിക്കും ചെമ്പയിൽ പോയി പഠിച്ചോണ്ടാണ് ഇതിന്റെ പ്രാക്ടിക്കൽ വശം കിട്ടുന്നത്? ചെമ്പയിൽ നിന്ന് പറയാൻ പറ്റില്ല. ഞാൻ എവിടെ നിന്നൊക്കെയോ കേട്ടിട്ടും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് വരുന്നതായിരിക്കാം. ഞാൻ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഒരുപാട് കേൾക്കുകയും പഠിക്കാൻ ആഗ്രഹിക്കാൻ ഉള്ള ഒരാളാണ് ഞാനെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കതൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനും കേൾക്കാനും കുറേ ഇഷ്ടമാണ്. ആ സോങ് ഒന്ന് പാടൂ. മൂവന്തിയായാണ്. മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം, തീരങ്ങളിൽ ബാഷ്പദീപങ്ങളിൽ ഓരിതൾ നാളമായി നൊമ്പരം, മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം. ഇതിലെന്താന്ന് വെച്ചാൽ കുറേ സ്മൂത്തായിട്ടുള്ള സസ്റ്റെയിൻസും ബെൻഡുകളും ചെറിയ ചെറിയ സംഗതികളും അതൊക്കെ പാടി ഒപ്പിക്കുക എന്ന് പറയാൻ തന്നെ ഭയങ്കര പാടാണ്.
അപ്പം നമ്മൾ അതിൻ്റെ പെർഫെക്ഷനും കൂടി നോക്കാവുന്ന സമയത്ത് ഒരുപാട് കഷ്ടമുള്ളൊരു പാട്ടായി പോകും. ഇത് ശരിക്കും സാധാരണഗതിയിൽ ഒരു സ്റ്റാൻസയുടെ അവസാനമൊക്കെ അല്ലേ വരിക, ഇത് രണ്ട് ഇതിനെ മീറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനം. അതെ അതെ, ഭയങ്കര അതാ ഞാൻ പറഞ്ഞത്, ബ്രില്യൻ കോമ്പോസിഷൻ ആണ് സത്യം പറഞ്ഞ. ആ ഒരു ഹായ് അതൊന്നും ഇങ്ങനെയൊന്നും അല്ല ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ച് ഗ്രൂമിങ്ങിന് വന്നതൊക്കെ വേറെ ഒരു പാട്ടാ. പിന്നെ ഇതിനെ മൂവന്തിയായി ആക്കിയത് എൻ്റെ ഗ്രൂമേഴ്സാണ്. അതിന് ആ സമയത്ത് ആ ഒരു ഷെഡ്യൂളിന് ചിത്ര ചേച്ചി ഗ്രൂമിങ് സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അനുപല്ലവിയിലൊരു ഒരു ഒടക്ക് സംഗതി ഉണ്ട്, പിരിയാനരുതാതൊരു എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഞാൻ പാടിക്കൊടുത്തിട്ട് അത് തെറ്റായിരുന്നു ഞാൻ പാടിക്കൊടുത്തത്. അത് ചിത്ര ചേച്ചി പാട്ട് ഒരു പ്രാവശ്യം കേട്ടിട്ട് അത് നൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ സ്വരസ്ഥാനം വരെ എനിക്ക് നൊട്ടേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ കാണിച്ചു തന്നെ എനിക്ക് പാടിത്തന്നു. അങ്ങനെയാണ് ഞാനത് പഠിച്ചത്, ആ ഒരു സംഗതി പഠിച്ചത്. ആ ഒരു സംഗതി അങ്ങനെ ആയിരുന്നില്ല ഞാൻ പാടിയിട്ടുണ്ടായിരുന്നത്, വേറൊരു മീറ്ററിൽ വേറൊരു സംഗതിയായിട്ടാണ് ഞാൻ പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് തന്നത് ചിത്ര ചേച്ചിയാണ്. അപ്പോൾ അതെനിക്ക് വലിയൊരു ഭാഗ്യം ഉണ്ടായി. ചിത്ര ചേച്ചി ഒരു പാട്ട് കറക്റ്റ് ചെയ്ത് തന്ന് പിന്നെ ഞാനത് ഫ്ലോറിൽ വന്ന് പാടുന്നത്. ഇന്ത്യയുടെ വാനമ്പാടിയാണ്. അയ്യോ ഉറപ്പില്ലേ, അങ്ങനെ ഒരാൾ എന്നെ പഠിപ്പിച്ചു തന്നിട്ട് ഞാനത് പാടിക്കൊടുക്കുക. ആ ഒരു പാട്ട് അങ്ങനെ ആക്കിയത് ഗ്രൂമേഴ്സാണ്, അത്രയും വൃത്തിയാക്കാൻ. അപ്പോൾ ഏതൊരു പാട്ടായാലും നമ്മൾ പഠിച്ചു വരുന്നതിൻ്റെ ഒരു 30-40% കൂടി അതിനെ വൃത്തിയാക്കുന്നത് ഗ്രൂമേഴ്സാണ്. ഓൾറെഡി നമ്മളത് പഠിച്ചിട്ടായിരിക്കും ഒരു ഷെഡ്യൂളിന് വരിക. അപ്പം തന്നെ ഒരു 50 അല്ലെങ്കിൽ 60% നമ്മളത് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് വൃത്തിയാക്കുക എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതിന് ഏതൊക്കെ പോർഷൻസിൽ ഏതൊക്കെ ഇമോഷൻസാണ് കൊടുക്കേണ്ടതെന്ന് നമ്മളൊരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും അത് പ്രാക്ടിക്കലി ചെയ്യിക്കുകയും ചെയ്യുന്നത് ഗ്രൂമേഴ്സാണ്. അതിൽ അവർക്ക് 10 പേർക്കൊരു വലിയ കൈയ്യടി കൊടുക്കും. എനിക്ക് പലരും മുഖവും പേരും അറിയില്ല, എന്നാലും അവരൊക്കെ ആയിരിക്കണം ഇതിന്റെ നട്ടല്. ഞാൻ ചോദിക്കാൻ വരുന്നത് ഈ വോയിസിനുള്ളൊരു വെർസറ്റാലിറ്റി ഉണ്ട് ബ്രോക്ക്. അതായത് ഇപ്പം പണ്ട് ഞാൻ കമ്പയർ ചെയ്ത് പറയാം, പണ്ട് ദാസേട്ടനെ പറ്റിയൊക്കെ ആളുകൾ പറഞ്ഞിരുന്നൊരു കാര്യം ഉണ്ടല്ലോ, ഏത് നടന് വേണ്ടിയിട്ടാണോ ഈ പിന്നണിയിൽ പാടുന്നത് അതുപോലെ ആവും. അതായത് പ്രേംനസീറിന് വേണ്ടി പാടുമ്പോൾ അതുപോലെ ആവും, ലാലേട്ടന് വേണ്ടി പാടുമ്പോൾ അതുപോലെ ആവും. അങ്ങനത്തെ സാധനം ഉണ്ട് ബൽറാമിന് നാച്ചുറലി. അതായത് ആർക്ക് വേണ്ടിയിട്ടാണോ പാടുന്നത് ആ വെർസറ്റാലിറ്റി വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ആളുകൾ പറഞ്ഞിട്ടുണ്ടോ? ഇത് മുമ്പ് ഒരു പ്രാവശ്യം ആരോ എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ സ്റ്റാർ സിംഗറിൽ വരുന്നതിന് മുമ്പ് ഒരു 6-7 വർഷത്തോളം ഗാനമേള സിംഗറായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു തീം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ദാസേട്ടൻ്റെ പാട്ട് പാടുകയാണെങ്കിൽ ദാസേട്ടൻ്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു 10,000-ഓളം ഉള്ള ആളുകൾ നമ്മൾ ആ ഒരു ദാസേട്ടൻ്റെ ശബ്ദത്തിൽ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു പാട്ട് ഒരു ഗാനമേളയ്ക്ക് നമ്മൾ പോയി നിൽക്കുമ്പോൾ അതാണ് ആഗ്രഹിക്കുന്നത്, അവിടെ കേൾക്കാനിരിക്കുന്നവർ. അപ്പം നമ്മൾ ആ സൗണ്ട് ഓട്ടോമാറ്റിക്കലി എല്ലാ സ്റ്റേജിലും ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ മധുബാലകൃഷ്ണൻ്റെ സൗണ്ട് ആണെങ്കിൽ ആ പാട്ടാണെങ്കിൽ ആ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ 6-7 വർഷത്തോളം ഇമിറ്റേറ്റ് ചെയ്ത് ഇങ്ങനെ ആയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറേ കാലം തന്നെ ഒരാളുടെ പാട്ട് മാത്രം കേട്ടോണ്ടിരുന്ന നമ്മൾ ആളുടെ എല്ലാ കാര്യങ്ങളും ഉള്ളിലേക്ക് എടുക്കും. അങ്ങനെയുണ്ട്, അങ്ങനെ ആയിരിക്കാം. അപ്പോൾ കുറേ കാലമായിട്ട് ദാസേട്ടൻ്റെ പാട്ടുകൾ തന്നെയാണ്, ദാസേട്ടൻ്റെ പാട്ടുകൾ മാത്രമേ ഞാൻ കേട്ടോണ്ടിരുന്നുണ്ട്. അപ്പോൾ പിന്നെ മധുച്ചേട്ടൻ, MG, അങ്ങനെ എല്ലാ വോയിസ് റേഞ്ച്. അതെ, മൊത്തത്തിൽ റേഞ്ച്. അപ്പൊ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ച് പിന്നെ അതുകൊണ്ടായിരിക്കും ഈ ഒരു കമ്പാരിസൺ തോന്നുന്നത് വോയിസിൽ. പിന്നെ ഞാൻ അറിയാതെ തന്നെ അത് വരാൻ തുടങ്ങി. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലാതെ ഒക്കെ ഈ സ്റ്റാർ സിംഗറിന്റെ ഫിനാലുകൾ കാണും. അത് വലിയൊരു ആഘോഷമായിരുന്നു, ഒരു അവാർഡ് ഷോ പോലെ തന്നെ. വീട്ടിലെല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്ന് കാണുന്നു. അവസാനത്തെ ആ മൊമെന്റിന് വേണ്ടി നല്ല രസമാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവില്ല, ഈ സ്ക്രീൻ LED സ്ക്രീൻ ഇങ്ങനെ പൊന്താണല്ലോ, ഇങ്ങനെ ഓരോരോ വോട്ട് മാർക്ക് അനുസരിച്ച് അതിന്റെ പെർസെന്റേജ് ഇങ്ങനെ പൊന്താണല്ലോ. അപ്പൊ ഈ മ്യൂസിക് അവർ ഇടുമല്ലോ, ശരിക്കും ഭയങ്കര ഞെട്ടൽ തന്നെയാണോ? ഒന്നും പറയണ്ട. അപ്പൊ നമ്മുടെ ഫിനാലെ കണ്ടില്ലേ, ഓരോരുത്തരുടെ മാർക്സും അതുപോലെ തന്നെ വോട്ടും അനുസരിച്ചുള്ള പെർസെൻറ്റേജ് ആണ് കാണിക്കുക. അത് കാണിക്കുന്നതിന് മുമ്പ് രഞ്ജിനി ചേച്ചിയും വർഷ ചേച്ചിയായിരുന്നു ആങ്കേഴ്സ് ഉണ്ടായിരുന്നു. രഞ്ജിനി ചേച്ചി ഇങ്ങനെ പടപടപടപടാന്ന് എന്തൊക്കെയോ പറയുന്നു. ഞാനാണെങ്കിൽ അവിടെ കിളി പോയി നിൽക്കുക, അത് എന്താ നടക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നാമത്തെ ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ 2 പാട്ടും പാടിക്കഴിഞ്ഞു, ഇനി ചെയ്യാനൊന്നുമില്ല. കാരണം സ്റ്റാർ സിംഗറിൽ തന്നെ ഏറ്റവും ലാസ്റ്റിലെ 2 പാട്ട് പാടിക്കഴിഞ്ഞു. ഞാൻ ആ സമാധാനത്തിലിരിക്കുക. അത് കഴിഞ്ഞ് സ്റ്റേജിലേക്കൊക്കെ വിളിച്ച് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഈ സാധനം ഹാർട്ട് ബീറ്റ് വരാൻ തുടങ്ങി. ഞാൻ കിളി വാരി നിൽക്കുക, എന്തൊക്കെ എവിടെയും നടക്കുന്നു. സത്യം പറഞ്ഞാൽ ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ബ്ലാങ്ക് ആയിരുന്നു മൊത്തം. കാരണം ആർക്ക് കിട്ടിയാലും എനിക്ക് സന്തോഷമാണ്. അപ്പോൾ എനിക്കാണെങ്കിലും മറ്റാർക്കാണെങ്കിലും എല്ലാവരും എക്സ്ട്രാ ടാലൻറ്റഡ് സിംഗേഴ്സാണ് ഒന്നാമത്തെ കാര്യം അവിടുത്തെ ഫൈനലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും 50 ലക്ഷം കൊടുക്കാനുള്ള അത്രയും ടാലൻ്റ് ഉണ്ട്. പിന്നെ ഒരു കോമ്പറ്റീഷൻ ആണ്, ടാലൻറ്റ് മാറ്റി നിർത്തിയിട്ട് കോമ്പറ്റീഷൻ എന്ന് മാത്രം നോക്കുകയാണെങ്കിൽ
ഒരു റാങ്കിങ് മാത്രമാണ് ഫിനാലയിൽ നടന്നത്. അന്ന് 5 മിനിറ്റിൽ ആര് പാടി അതിനനുസരിച്ചുള്ള റാങ്കിങ് ഉണ്ടല്ലോ, 1 2 3 4 5 എന്നുള്ള റാങ്കിങ് മാത്രമാണ് അവിടെ നടന്നത്. അല്ലാത്ത പക്ഷം ആ 5 പേർക്ക് 6 പേർക്കും 50 ലക്ഷം വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അയ്യോ തന്നെ കൈയടിച്ചു പോയി. അല്ല, അതാണ് സത്യം. കാരണം എല്ലാവരും അത്രയും ടാലന്റഡ് ആയിട്ടുള്ള സിംഗർ. ഈ ഷോയുടെ ഏറ്റവും വലിയ സക്സസും അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, അതും ഒരു കാരണമാണെന്ന്. ഈ അവഞ്ചേഴ്സ് കാണുമല്ലോ, തുല്യമായിട്ടുള്ള കുറെ പേര് ഇങ്ങനെ എന്നാ നിങ്ങളുടെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പും ഉറപ്പായിട്ടും. അരവിന്ദാണല്ലോ വിന്നർ. അപ്പൊ ആ കാര്യം ഇങ്ങനെ സ്റ്റാറ്റിക്സ് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഏറ്റവും അവസാനം അതിൽ വേറൊരു ടിസ്റ്റ് എന്താ പറയുക, ഞാനിത് ഇങ്ങനെ കിളിപാറി നിൽക്കുകയാണല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ഈ സാധനം പോകുന്നത് ഞാൻ കാണുന്നുണ്ട്, പെർസെൻറ്റേജ് കയറുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എൻ്റെയാണ് ആദ്യം കയറി വന്നത്. ഇതെന്താ ബാക്കിയുള്ളവരൊന്നും കയറാത്തത്. അപ്പോഴാണ് ഞാനിങ്ങനെ പ്രസന്റിലേക്ക് വന്നത്. പിന്നെ ലാസ്റ്റാണ് അരവിന്ദിന്റെ പെർസെൻറ്റേജ് കയറാൻ തുടങ്ങിയത്. അപ്പൊ അതുവരെ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇതെന്താ ഇവന്റെ കയറാത്തത്, ഇവനേക്കാൾ നന്നായിട്ടാണോ ഞാൻ പാടിയത്, അതെ എന്നേക്കാൾ മോശമായിട്ടാണ് ഇവൻ പാടിയത്, ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ അവസാനം ഇങ്ങനെ ഓരോ റേഞ്ചിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയപ്പോൾ അരവിന്ദിന്റെ കയറി മനസ്സിലായി, വിന്നറാണെന്ന് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ അവിടെ പ്രസന്റിലേക്ക് വന്നത് സത്യം പറഞ്ഞാൽ. അല്ല, ആ ക്യാമറ നമ്മൾ കാണുന്ന ലൈവിൽ ക്യാമറ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മുകളിലെത്തി അരവിന്ദാണെന്ന് മനസ്സിലായതിനു ശേഷം അടുത്ത ഷോട്ട് കാണിക്കുന്നത് നിങ്ങൾ അരവിന്ദനെ കെട്ടിപ്പിടിക്കുന്നതാ. അതെ, ഉറപ്പായിട്ടും അതൊരു ഭീകര. അതാ ഞാൻ പറഞ്ഞത്, അതാ അതിൽ ആർക്ക് കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. അരവിന്ദ് ആ സമയത്ത് അരവിന്ദാണ് ഡിസേർവ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ആ ഷോയിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രോഫി വാങ്ങിക്കുന്ന ഒരു സമയമുണ്ട്. ഇപ്പോൾ ചിത്ര ചേച്ചിയാണ് ബലറാമിന് ട്രോഫി തരുന്നത്. ഈ ട്രോഫി തന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു തഴുകലുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ, എൻ്റെ മക്കളാണ്, ആരും കുറഞ്ഞു പോയാലല്ല, ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവർക്കും കുറച്ച് പണം തരണം എന്ന് ആദ്യമായിട്ട് പറയുന്നതും അവരാണ്. ഒരു മദർലി അഫെക്ഷൻ എന്നൊക്കെ പറയുമല്ലോ, അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഡെഫിനേഷൻ ആയിരുന്നില്ലേ? ഉറപ്പായിട്ടും അത് ആ ഒരു സിറ്റുവേഷന് മുമ്പും ഒരുപാട് മുമ്പ് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു അമ്മ മകനോട് കാണിക്കുന്ന സ്നേഹം എല്ലാവരോടും അല്ലെങ്കിൽ മക്കളോട് കാണിക്കുന്ന പോലെ തന്നെയാണ് ചിത്രമ്മ അവിടെ ഫ്ലോറിലായാലും ഫ്ലോറിൻ്റെ പുറത്തായാലും നമ്മളെ എവിടെ വെച്ച് കണ്ടാലും ഒരമ്മ മകനെ കാണുമ്പോഴുള്ള സ്നേഹം തന്നെയാണ് എപ്പോഴും കാണിക്കാറുള്ളത്. അത് ഒന്നാമത് നമ്മൾ ഇത്രയും സിംഗേഴ്സ് അവർ മൊത്തത്തിലൊരു ബോണ്ട് ഭയങ്കര തിക്കായിട്ടുള്ളൊരു ബോണ്ടാണ് ഇപ്പോൾ സ്റ്റാർ സിംഗറിൻ്റെ ഒരു ക്രൂ മൊത്തം. അവിടെ ഫ്ലോറിൻ്റെ ഷൂട്ടാണെങ്കിൽ ഫ്ലോറിൻ്റെ പുറത്ത് നിൽക്കുന്ന സെക്യൂരിറ്റി ചേട്ടൻ തൊട്ട് ക്രൂവിൽ ചായ കൊടുക്കുന്ന ചേട്ടൻ, ക്യാമറ, എല്ലാവരും അത്രയും ബോണ്ടാണ്. അങ്ങനെ ഇന്നയാൾ വലിയ ആൾ, ഇന്നയാൾ ചെറിയ ആൾ, അങ്ങനെ ഒന്നുമില്ല. എല്ലാവരുമായിട്ട് ഭയങ്കര തിക്ക് ഫ്രണ്ട്ഷിപ്പാണ്, നല്ലൊരു ബോണ്ട് ഉള്ളതുകൊണ്ടാണ്. അതേ ബോണ്ട് തന്നെയാണ് ഞങ്ങളും ചിത്ര ചേച്ചിയായിട്ടുള്ളത്. അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. അങ്ങനെ ആ ഒരു ലെവലിലേക്കൊക്കെ ഞാനൊക്കെ ഇപ്പം നന്ദയൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, സ്പോട്ടിഫൈയിലൊക്കെ മാത്രം കേട്ടുകൊണ്ടിരുന്ന ഒരാൾ നമ്മളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുക, നന്നായിട്ട് പാട്ട് പാടി എന്നൊക്കെ പറഞ്ഞ് ഇത്രയും നല്ലൊരു ബന്ധത്തിലേക്ക് എത്തുന്നത് ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരു ഓർത്തിരിക്കുന്ന പേരുകളിൽ ഒരാളായിട്ട് വരിക, അവരൊരു പാട്ട് കഴിഞ്ഞിട്ട് അവരുടെ കണ്ണ് നിറയുക, ഉമ്മ തരിക. അതുപോലെ തന്നെ ഇന്നലെ നിങ്ങളാരും കേൾക്കാനിടയില്ലാത്തൊരു സംഭവം ഉണ്ടായത്, എന്നെ സംബന്ധിച്ച് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായത്, ട്രോഫിയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഹരിജി എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വന്നു. ഞാനിങ്ങനെ പൊട്ടാൻ റെഡിയായി നിൽക്കുക, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ട്. കാരണം ഹരിജി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ദാസേട്ടൻ, ഹരിജി, ഇങ്ങനെ കുറേ വിഗ്രഹങ്ങളുണ്ട് ഈ മനസ്സിൻ്റെ അകത്ത്. അപ്പോൾ അതിലൊരാളാണ് ഹരിജി പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട്, ഐ ലവ് യു മാൻ, യു ആർ ബ്യൂട്ടിഫുൾ സിംഗർ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കൈയിങ്ങനെ പിടിച്ച് നിൽക്കില്ല. അത് നിങ്ങളാരും കേൾക്കാനും കാണാനും വഴിയില്ല, അതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പം അത് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഹാപ്പി ഉള്ളൊരു മൊമെൻറ്റുകളിൽ ഒന്നാണത്. അതെ, വെറുതെ ഒരു ഗാനമേള സിംഗറിൽ നിന്ന് ഇതുവരെ എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിനും എൻ്റെ കൂടെ നിന്നവർക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ നന്ദി പറഞ്ഞാൽ പോരാ, ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. ജീവിതം മാറിയിട്ടുണ്ട് ഈ സ്റ്റാർ സിംഗർ വേദിയിൽ ഒരുപാട് ആൾക്കാരുടെ. ഇന്ന് മലയാള സിനിമയുടെ സംഗീത സദസ്സിൽ നിന്ന് നയിക്കുന്ന ആളുകൾ ഒരുപാട് പേരും അവിടെ നിന്ന് വന്നവരാണ്. ഇപ്പോൾ ഹേഷം അബ്ദുൽ വഹാബ് ഉണ്ട്, അതിനകത്ത് അല്ലെങ്കിൽ നജീമുണ്ട്, ഒരുപാട് പേരുണ്ട്, ബാൻഡ് തുടങ്ങി വൻ സംഭവങ്ങളുണ്ട്. ഇതിന് ശേഷമുള്ള ജീവിതം, സ്റ്റാർ സിംഗറിന് ശേഷമുള്ള ജീവിതം, അതിന് കിട്ടാൻ ശേഷം ഉണ്ടാകുന്ന ഈ ആളുകളുടെ ലവ്, എല്ലാ അർത്ഥത്തിലുള്ള ലവ്, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതം എങ്ങനെ മാറുന്ന വിചാരിക്കുന്നത്? ജീവിതം മാറിയോ എന്ന് ചോദിച്ചാൽ ലെവലപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വന്നിരുന്ന ആ ലെവലിൽ നിന്ന് കുറച്ചും കൂടി മുകളിലേക്ക് വന്നിട്ടുണ്ട്. അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാനിപ്പോൾ എത്രയോ സ്റ്റേജുകളിൽ പാടിയിട്ടും കിട്ടാത്ത ഒരു റെക്കഗ്നിഷൻ. ഇപ്പം ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ ഒരു 10 പേരിൽ ഒരാളെങ്കിലും വന്നിട്ട് സ്റ്റാർ സിംഗറിൽ പാടുന്ന ആളല്ലേ എന്ന് ചോദിക്കുന്ന രീതിക്ക് മാറുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ വ്യത്യാസം. അത് ഒരു മ്യൂസിക്കിന് ഇഷ്ടപ്പെടുന്ന ഏതൊരാളും വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുക, വിശേഷങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അത് മാത്രമല്ല ഫിനാൻഷ്യലി അപ്പോൾ ഞാനൊക്കെ ഗാനമേള പ്രോഗ്രാംസ് ചെയ്ത് ജീവിച്ചിരുന്ന ഒരാളാണ്. ഇനിയും പ്രോഗ്രാംസ് എൻ്റെ ലൈവ് കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ആയിരിക്കും പോവുക. അപ്പോൾ സാമ്പത്തികമായിട്ട് മുൻപോട്ട് പോകാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർ സിംഗർ എന്നും കാരണമായിട്ട് തന്നെ ഉള്ളൂ. അതിപ്പോൾ ഈ ഷോയിൽ വന്നതിന് ശേഷം തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. പ്രോഗ്രാംസും ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെയാണ് ഇനിയും എൻ്റെ ഒരു